പണ്ട് പണ്ടൊരിക്കൽ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരുമായിട്ട് മഗധ എന്നൊരു നാട്ടുരാജ്യത്തിൽ എത്തിച്ചേരുകയുണ്ടായി. അവിടെ എത്തിയതും ബുദ്ധൻ തീരുമാനിച്ചു അവിടെ കുറച്ച് നാൾ ചിലവഴിക്കാമെന്ന്. തങ്ങളുടെ നാട്ടുരാജ്യത്തിൽ ബുദ്ധൻ എത്തി വിവരമറിഞ്ഞ അവിടെ എത്തിയ പ്രജകൾ അദ്ദേഹത്തെ കാണാനായിട്ട് എത്താൻ തുടങ്ങി. എത്തുക മാത്രമല്ല, ബുദ്ധന് അവർ ധാരാളം സമ്മാനമൊക്കെ ആയിട്ടാണ് കാണാനായിട്ട് എത്തിയത്. അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് ബുദ്ധന് വളരെ വിലയേറിയ സമ്മാനങ്ങളുമായി എത്താൻ തുടങ്ങി. ബുദ്ധനാകട്ടെ ഈ സമ്മാനമെല്ലാം തന്നെ സ്വീകരിക്കുകയും അത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു മഹാനായ രാജാവായിട്ടുള്ള ബിംബിസാരയും ബുദ്ധനെ കാണാനായിട്ടെത്തി. രാജാവ് ബിംബിസാര അദ്ദേഹം ബുദ്ധന് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന രത്നങ്ങളും രുചിയേറിയ ഭക്ഷ്യവസ്തുക്കളും സ്വർണ്ണ നാണയങ്ങളും എല്ലാം സമ്മാനമായിട്ട് നൽകി. പുറകെ വന്ന രാജാവ് അജാതശത്രുവും ഇതേപടി തന്നെ അദ്ദേഹം ബുദ്ധന് നൽകാനായി കൊണ്ടുവന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ ബുദ്ധന് സമ്മാനിച്ച് അനുഗ്രഹം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. ബുദ്ധൻ അവർ നൽകിയ സമ്മാനങ്ങളെല്ലാം തന്റെ ഒരു കൈ ഉയർത്തി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ മുഴുവൻ വിവിധ ദേശങ്ങളിൽ നിന്നും ബുദ്ധനെ കണ്ട് സമ്മാനം നൽകി അനുഗ്രഹം നേടാനായിട്ട് എത്തിയ രാജാക്കന്മാരെ കൊണ്ടും വ്യാപാരികളെ കൊണ്ടും പിന്നെ തടിച്ചു കൂടിയ ആ നാട്ടിലെ പ്രജകളെ കൊണ്ടൊക്കെ നിറഞ്ഞു. വ്യാപാരികളെല്ലാം സമർപ്പിച്ച വിലപിടിപ്പുള്ള സമ്മാനങ്ങളും പതിവ് പോലെ ബുദ്ധൻ തന്റെ ഒരു കൈ ഉയർത്തി മാത്രമാണ് സ്വീകരിക്കേണ്ടത്. കുറേ സമയത്തിന് ശേഷം അവിടേക്ക് വളരെ പ്രാകൃതമായിട്ട് വേഷം ധരിച്ച ഒരു വൃദ്ധയായ സ്ത്രീ കടന്നു വന്നു. ബുദ്ധൻ ഇരുന്നിരുന്ന വൃക്ഷത്തിന് സമീപം എത്തിയ അവർ മുന്നോട്ട് വന്ന് ബുദ്ധനെ കാണാൻ മടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവർ അവരുടെ കൈകളിൽ എന്തോ മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബുദ്ധൻ ഈ സ്ത്രീയെ ശ്രദ്ധിക്കാനിടയായി. ഉടനെ ബുദ്ധൻ അവരോട് ചോദിച്ചു, അമ്മേ, എന്താണ് എന്റെ അരികിലേക്ക് വരുവാൻ മടിക്കുന്നത്? പിന്നെ എന്താണ് കൈകളിൽ മറച്ചു പിടിച്ചിരിക്കുന്നത്? ഉടനെ തന്നെ ബുദ്ധൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആ വൃദ്ധ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷത്തിൽ ബുദ്ധനോട് പറഞ്ഞു, ഹേ പൂജനീയനായവനെ, അങ്ങിവിടെ വരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്. എന്റെ കയ്യിൽ അങ്ങേക്ക് നൽകാനായിട്ട് ഒന്നുമില്ല. അങ്ങ് ഇവിടെ എത്തിയ കാര്യം ഞാൻ അറിയുമ്പോൾ ഞാനൊരു മാതള നാരങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പകുതിയോളം കഴിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ. ദയവായി ഞാൻ ഈ പകുതി കഴിച്ച മാതള നാരങ്ങ സ്വീകരിക്കണം. എൻ്റെ കയ്യിൽ ഇതല്ലാതെ അങ്ങേക്ക് തരാനായിട്ട് വേറെ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഞാനൊരു പാവമാണ്. വൃദ്ധ ഇത് പറഞ്ഞു നിർത്തിയതും ബുദ്ധൻ ഇരുന്ന ഇടത്ത് നിന്നും എഴുന്നേറ്റ് ആ വൃദ്ധയിൽ നിന്നും ആ പഴം എല്ലാവിധ ബഹുമാനത്തോടെയും അനുഗ്രഹത്തോടെയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. ബുദ്ധൻ ഈ ചെയ്തത് കണ്ട് ചുറ്റും കൂടി നിന്നവർ അന്താളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു രാജാവ് മുന്നോട്ട് വന്നു. എന്നിട്ട് ബുദ്ധനോട് വളരെ താഴ്മയായിട്ട് ചോദിച്ചു, ഞങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന വളരെയേറിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളെല്ലാം അങ്ങ് ഇരുന്നു കൊണ്ട് തന്നെ ഒരു കൈ ഉയർത്തിയാണ് സ്വീകരിച്ചത്. പക്ഷേ ഈ വൃദ്ധയുടെ കേവലം പകുതി ഭക്ഷിച്ച മാതള നാരങ്ങ അങ്ങ് എഴുന്നേറ്റ് നിന്ന് 2 കൈകൾ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നൽകിയ സമ്മാനങ്ങളുടെ മൂല്യത്തിനരികിൽ ഈ വൃദ്ധയുടെ സമ്മാനം വരികില്ലെന്നിരിക്കലും അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിച്ചത്? എന്താണ് അതിനു മാത്രം പ്രത്യേകത ഈ വൃദ്ധ നൽകിയ പകുതി കഴിച്ച ഈ മാതളത്തിലുള്ളത്? ബുദ്ധനുടനെ അവരോട് പുഞ്ചിരി തൂവിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാം എനിക്ക് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ട് നൽകിയത് നിങ്ങളുടെ മഹത്വം വീണ്ടും കൂടുതൽ വാഴ്ത്തപ്പെടാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇവർ അവരുടെ കൈകളിൽ അവശേഷിച്ചിരുന്ന അവസാന സമ്പാദ്യമായിട്ടുള്ള ഈ മാതളം എനിക്ക് സമ്മാനിക്കുവാൻ തയ്യാറായി. ഇവരിവിടെ എനിക്ക് ഇത് തരുവാനായിട്ട് വന്നത് യാതൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ആയിരുന്നില്ല. കേവലം എന്നോടുള്ള സ്നേഹവും ആദരവും കൊണ്ടായിരുന്നു. മറിച്ച് നിങ്ങളോ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനും എന്നിൽ നിന്ന് അനുഗ്രഹം വാങ്ങി കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുമല്ലേ? അപ്പോൾ ഈ വൃദ്ധയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കണം. യാതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെയുള്ള അവരുടെ ആ ഉദ്ദേശ ശുദ്ധിക്ക് ഞാൻ വില നൽകണം. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് ഇരു കൈകളും നീട്ടി അവരിൽ നിന്ന് ആ മാതളം സ്വീകരിച്ചത്. ബുദ്ധൻ ഇത് പറഞ്ഞു നിർത്തിയതും അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർക്കും വ്യാപാരികൾക്കും യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യപ്പെട്ടു. അതോടുകൂടി അവരുടെ താനെന്ന ഭാവം അവിടെ തകർന്നടിഞ്ഞു വീണു. അവർ മനസ്സിലാക്കി, പണവും അധികാരവും ഒന്നുമല്ല മറ്റുള്ളവരുടെ മുന്നിൽ അവരെ വലിയ ആളാക്കുന്നതെന്ന്. മറിച്ച് നമ്മൾ മനസ്സറിഞ്ഞ് ശുദ്ധതയോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഉദ്ദേശശുദ്ധിയോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് മഹത്വവൽക്കരിക്കപ്പെടുക എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. നമ്മൾ ഒരാൾക്കൊരു കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സഹായിക്കുമ്പോൾ, അല്ലെങ്കിൽ ദാനം നൽകുമ്പോൾ ആ സമയം നിങ്ങൾ നൽകുന്നത് വലിയ ദാനമാണെങ്കിലും ചെറിയ ദാനമാണെങ്കിലും നിങ്ങൾ നൽകുന്നതൊന്നും അവിടെ അളക്കപ്പെടുന്നില്ല. മറിച്ച് ആ സമയം അവിടെ അളക്കപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളമാണ്, നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയാണ്. ചെറുതെന്നോ വലുതെന്നോ ഇല്ല. ദാനം നൽകുന്നത് മനസ്സറിഞ്ഞാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദരിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും.